സുഹൃത്തുക്കളെ, ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേരളം ഇത്രമാത്രം രോഷം ഉയർത്തുന്നതിൽ ന്യായമുണ്ടോ? അയാളെ ശിക്ഷിച്ചാൽ കേരളം രക്ഷപ്പെടും എന്നുള്ള ഒരു ധാരണ ശരിയാണോ? ഇവിടെ ശക്തി പ്രാപിച്ചിരിക്കുന്ന ക്രിമിനൽ സിൻഡിക്കേറ്റിൻ്റെ ഒരു നിഴൽ മാത്രമല്ലേ രാഹുൽ മാങ്കൂട്ടം. അതുകൊണ്ട് ഇവിടെ രോഷമുണ്ടാകേണ്ടത്, ചർച്ച നടക്കേണ്ടത് ഒക്കെ ക്രിമിനൽ സിൻഡിക്കേറ്റിനെ കുറിച്ച് അല്ലയോ? പക്ഷെ നിർഭാഗ്യവശാൽ ആ പ്രധാനപ്പെട്ട പ്രശ്നം വിസ്മരിച്ചുകൊണ്ട് ഒരു നിഴൽ യുദ്ധം മാത്രമാണ് കേരളത്തിൽ നടക്കുന്നത്. ഈ ചോദ്യം പരിശോധിക്കുവാനാണ് ഇവിടെ ശ്രമിക്കുന്നത്. സ്ത്രീകളെ വിവാഹ വാഗ്ദാനം നൽകി ഹോട്ടലുകളിൽ കൊണ്ടുപോയി പീഡിപ്പിച്ച് ഗർഭിണികളാക്കി വഞ്ചിക്കുന്ന പ്രവണത ഇവിടെ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല. അതുകൊണ്ട് ആ ഒറ്റ കാര്യത്തിൽ ഊന്നിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ പ്രശ്നം ഇത്രമാത്രം ചർച്ച ചെയ്യുന്നത് അർത്ഥവത്താണോ, ന്യായയുക്തമാണോ എന്നാണ് പരിശോധിക്കേണ്ടത്. ഇവിടുത്തെ പ്രധാന പ്രശ്നം ശക്തമായ ഒരു ക്രിമിനൽ സിൻഡിക്കേറ്റ് ഇവിടെ വ്യവസ്ഥാപിതമായി കഴിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ ഒരു നിഴൽ മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിലും അതുപോലെയുള്ളവരും. ഈ സിൻഡിക്കേറ്റ് വളരെ ശക്തവും സ്വാധീനവും ആയി കഴിഞ്ഞു എന്ന് വളരെ വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാനമായിട്ടും 3 സ്രോതസ്സുകളാണ് ഈ സിൻഡിക്കേറ്റിൻ്റെ ശക്തി പകരുന്നത്. ഒന്ന്, പണം. സ്ത്രീകളെ ഹോട്ടലുകളിൽ കൊണ്ടുപോയി താമസിപ്പിച്ച് ലൈംഗിക കാര്യത്തിന് ഉപയോഗിക്കുവാൻ വേണ്ടുവോളം പണം ചിലരുടെ കൈവശം ഉണ്ട് എന്നുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം വ്യക്തമാക്കിയിരിക്കുകയാണ്. അദ്ദേഹം ഡസൻ കണക്കിന് സ്ത്രീകളെ ഇങ്ങനെ കൊണ്ടുപോകുന്ന ഒരു സ്ഥിരം പതിവാണ് എന്നാണ് കാണിക്കുന്നത്, എന്നാണ് ഇതുവരെ വ്യക്തമായിരിക്കുന്നത്. ഇതിനുള്ള പണം, സാമ്പത്തിക ശേഷി അദ്ദേഹത്തിന് ഇവിടെ നിന്ന് ലഭിക്കുന്നു. ഏതായാലും സാമ്പത്തിക ശേഷി ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായിരിക്കുകയാണ്. അതുമാത്രമല്ല, ഇത്രയും നാൾ, പ്രത്യേകിച്ച് അടുത്ത സമയത്ത് ഒളിവിൽ സഞ്ചരിക്കുക, മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ മാറി മാറി ഒളിത്താവളങ്ങളിൽ സഞ്ചരിക്കുവാനും താമസിക്കുവാനും എന്തുമാത്രം പണം ആവശ്യമാണ്. അതിനുള്ള പണം ഇവിടെ ലഭ്യമാണ്. മൂന്നാമത്, ഒളിവിൽ താമസിക്കുന്ന ഒരാളിന് ഇത്ര ഭംഗിയായി കേസുകൾ നടത്തുവാൻ, ജാമ്യ കേസുകൾ നടത്തുവാൻ, ഒരു ജാമ്യം തള്ളിയപ്പോൾ പിറ്റേ ദിവസം ഹൈക്കോടതിയിൽ അപേക്ഷ കൊടുക്കുകയും അനുകൂലമായി വിധി വാങ്ങുകയും ചെയ്ത് എത്രമാത്രം പണം മുടക്കിയെങ്കിൽ മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ. അപ്പോൾ ക്രിമിനൽ പ്രവർത്തനത്തിന് വേണ്ടുവോളം പണം, കണക്കില്ലാതെ പണം ലഭിക്കുന്നു എന്നുള്ളത് ഗൗരവമായി ചർച്ച ചെയ്യപ്പെടുന്നില്ല. രണ്ടാമത്, ക്രിമിനൽ പ്രവർത്തനത്തിൻ്റെ ശക്തിയുടെ സ്രോതസ്സ് ഒരു വലിയ ശൃംഖല ഇതിനെ സഹായിക്കുവാൻ വേണ്ടി ഉണ്ടായിട്ടുണ്ട്. ഈ വിഷയവുമായിട്ട് ചർച്ച നടക്കുമ്പോൾ വളരെ ഗൗരവമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുന്ന ഒരു വലിയ കൂട്ടം ആളുകൾ, സ്വാധീനമുള്ള ആളുകൾ, പലതരം സ്വാധീനമുള്ള ആളുകളുടെ ഒരു ശൃംഖല പ്രവർത്തിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് അനുകൂലമായി സൈബർ പ്രചരണങ്ങൾ നടത്തുവാൻ മാത്രമല്ല, ഈ ഒളിവിൽ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക്, ഒരു സംസ്ഥാനത്തു നിന്നും മറ്റൊരു സംസ്ഥാനത്തേക്ക് പോവുക, സംസ്ഥാനത്തിൻ്റെ ഇൻ്റലിജൻസിനെയും പോലീസിനെയും വെട്ടിച്ചിട്ട് മാറി മാറി കാറുകളിലും ഒക്കെ പോവുക എന്നുള്ളതിന്, അതിന് എന്തുമാത്രം
ആളുകളുടെ സഹായം, അന്തർ സംസ്ഥാനത്ത് സഹായം, എന്തുമാത്രം ആളുകളുടെ സഹായം, സാങ്കേതിക വിദ്യയുടെ സഹായം ഒക്കെ എന്തുമാത്രമാണ് ഇതിനെ ലഭ്യമാക്കിയിരിക്കുന്നത്. മറ്റൊന്ന്, ഈ ശൃംഖല ശക്തമായി പ്രവർത്തിക്കുന്നത്, അതിന് സമ്പത്ത് ലഭിക്കുന്നതും വ്യാപകവും ശക്തവുമായ ഒരു ക്രിമിനൽ ശൃംഖല കെട്ടിപ്പടുക്കുവാൻ സഹായിക്കുന്നത് പ്രഥമവും പ്രധാനവുമായിട്ട് രാഷ്ട്രീയ പാർട്ടികളിൽ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ടാണ്. അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ക്രിമിനൽ സംഘം രൂപപ്പെടുന്നതും പ്രവർത്തിക്കുന്നതും. അത് വളരെ വ്യക്തമാക്കപ്പെട്ടിരിക്കുകയാണ്. കോൺഗ്രസ്സിലെ ഇന്നത്തെ ശക്തി എന്ന് പറയുന്നത് യൂത്ത് ബ്രിഗേഡാണ്. ആ യൂത്ത് ബ്രിഗേഡ് ആണ് കോൺഗ്രസ്സിന് ജീവവായു നൽകിക്കൊണ്ടിരിക്കുന്നത്. മുകളിലുള്ള നേതാക്കന്മാരൊക്കെ അശക്തരാണ്. അത് അടുത്ത കാലത്തെ എല്ലാ വിഷയങ്ങളിലുമുള്ള പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യലിൽ നിന്നും അനാവരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിവൃത്തിയില്ലാതെ പേരിന് വേണ്ടി രാഹുലിനെതിരെ ചില നടപടി കേന്ദ്രത്തിൽ നിന്ന് എടുത്തെങ്കിലും ഇപ്പോഴും അവരെല്ലാം യൂത്ത് ബ്രിഗേഡിൻ്റെ നിയന്ത്രണത്തിലാണ്. ഈ യൂത്ത് ബ്രിഗേഡ് വളരെ ശക്തമാണ്. അത് പ്രവർത്തിക്കുന്നത് രാഷ്ട്രീയ പാർട്ടിയുടെ പിൻബലത്തോടു കൂടിയാണ്. രാഷ്ട്രീയ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടാണ്. ആ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് പണം സമാഹരിച്ചുകൊണ്ടാണ്. ഇപ്പോൾ മുണ്ടക്കൈ ദുരിതാശ്വാസത്തിൻ്റെ പണം എവിടെ പോയി? അത്തരം പണം പോലും എവിടെ പോയി? അപ്പോൾ രാഷ്ട്രീയ പാർട്ടികളുടെ പിൻബലത്തോടുകൂടി, രാഷ്ട്രീയ പാർട്ടികളെ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ഒരു ക്രിമിനൽ സിൻഡിക്കേറ്റ് ശക്തമായി കഴിഞ്ഞിരിക്കുന്നു, വ്യവസ്ഥയുടെ ഒരു ഭാഗമായി തീർന്നിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ യാഥാർത്ഥ്യം നാം മനസ്സിലാക്കുമ്പോൾ ഇതിൻ്റെ ഒരു ചെറിയ നിഴൽ മാത്രമാണ് അല്ലയോ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന കാര്യമാണ് പരിശോധിക്കേണ്ടത്. അതുകൊണ്ട് ഇവിടെ ചർച്ചയുണ്ടാകേണ്ടത് എന്തിനെക്കുറിച്ചാണ്? രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ളൊരു വ്യക്തിയെക്കുറിച്ചല്ല. അത്തരം ധാരാളം വ്യക്തികളുണ്ട്. അത്തരം വ്യക്തികൾക്ക് അത്തരം പ്രവർത്തനങ്ങൾ നടത്തുവാൻ സഹായിക്കുന്നത് ഈ ക്രിമിനൽ സിൻഡിക്കേറ്റിൻ്റെ വ്യവസ്ഥാപിതമായ ക്രിമിനൽ സിൻഡിക്കേറ്റ് വ്യവസ്ഥാപിതമായിരിക്കുന്നത് കൊണ്ടാണ്. പലയിടത്തും തെക്കൻ അമേരിക്കയിലുമൊക്കെ ഡ്രഗ്സ് സിൻഡിക്കേറ്റ് അവരാണ് കോടതികളെ പോലും നിയന്ത്രിക്കുന്നത്, ഭരണാധികാരികളെ നിയന്ത്രിക്കുന്നവരാണ്. അതുപോലെ നമ്മുടെ സംസ്ഥാനത്തും ഇന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങളിലും അത് നേരത്തെ തന്നെ വ്യവസ്ഥാപിതമാണ്. കേരളത്തിലും അത് വ്യവസ്ഥാപിതമായിക്കൊണ്ടിരിക്കുകയാണ്. ഏറെക്കുറെ വ്യവസ്ഥാപിതമായി എന്നുള്ളതാണ് ഈ വിഷയത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടത്. പക്ഷേ നിർഭാഗ്യവശാൽ ചർച്ച ചെയ്യപ്പെടാതെ തമസ്കരിക്കപ്പെടുന്നത്. ഇതിന് ഒരു പാർട്ടിയെ മാത്രമായിട്ട് കുറ്റം വന്നിട്ട് കാര്യമില്ല. ഇവിടെ ഈ വിഷയം വന്നപ്പോൾ ആ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട ക്രിമിനൽ സിൻഡിക്കേറ്റിൻ്റെ ശക്തി, അതിൻ്റെ ആഴത്തിലുള്ള വേരുകൾ, അതിൻ്റെ സാമ്പത്തിക സ്വാധീനം ഒക്കെ ഇന്ന് അനാവരണം ചെയ്യപ്പെട്ടു. സ്വാഭാവികമായിട്ടും മറ്റു പാർട്ടികളിലും ഇതുപോലെയുള്ള ക്രിമിനൽ സിൻഡിക്കേറ്റുകൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. തെക്കൻ അമേരിക്കയിലെ ഡ്രഗ് മാഫിയകളാണ് അവിടുത്തെ ഭരണകൂടത്തെയും കോടതികളെയും ഒക്കെ നിയന്ത്രിക്കുന്ന സ്ഥിതിയിലായി കഴിഞ്ഞു. അതുപോലെ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കോടതി വിധികളൊക്കെ പലതും കാണുമ്പോൾ നിയമം അറിയാത്തത് കൊണ്ടായിരിക്കാം, പക്ഷേ നമുക്കൊക്കെ തമാശ പോലെ തോന്നും. അവർ പറയുന്നത് ശരിയാകാം, പക്ഷേ സാധാരണക്കാർക്ക് കാണുമ്പോൾ ഇതൊക്കെ തമാശ പോലെയാണ് തോന്നുന്നത്. ഇതെല്ലാം അറിഞ്ഞോ അറിയാതെയോ ഈ ക്രിമിനൽ സിൻഡിക്കേറ്റ് സമസ്തമായിട്ട് വ്യാപിച്ച് എല്ലാ മേഖലകളെയും സ്വാധീനിച്ചിരിക്കുകയാണ്. നിർഭാഗ്യവശാൽ രാഹുൽ അതിൻ്റെ ഒരു നിഴൽ മാത്രമാണ്. ആ നിഴലിനോടല്ല യുദ്ധം ചെയ്യേണ്ടത്. ആ നിഴലിനെ പിടിച്ചുകൊണ്ടോ ശിക്ഷിച്ചതുകൊണ്ടോ ഇവിടെ പ്രശ്നം പരിഹരിക്കപ്പെടുകയില്ല. ഇവിടെ വ്യവസ്ഥാപിതമായിരിക്കുന്ന ക്രിമിനൽ സിൻഡിക്കേറ്റിനെ സംബന്ധിച്ച്, അതിൻ്റെ വേരുകളെ സംബന്ധിച്ച്, അതിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഉള്ള ചർച്ചകൾ ഉണ്ടാകട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ നമസ്കാരം.